ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. നമ്മൾ നോക്കാൻ പോകുന്നത് അരളിച്ചെടീനെ കുറിച്ചാണ്. ഇത്രയും കാലമായിട്ടും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കിടയിൽ ഈ ഒരു ചെടി എത്രമാത്രം അപകടം പിടിച്ചതാണ് എന്നുള്ള അറിവ് ഇന്നും പലർക്കുമില്ല. നിറിയം ഒലിയാണ്ടർ എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അരളിയെന്നും റോഫ്ബേ എന്നും ഒലിയാണ്ടർ എന്നെല്ലാം വിവിധ പേരുകളിലായിട്ട് അറിയപ്പെടാറുണ്ട്. അപ്പോസൈനയുടെ സബ്ഫാമിലിയിൽപ്പെടുന്ന ഒരു ജനസാണ് നിറിയം. ഈ ഒരു സബ്ഫാമിലിയിൽപ്പെടുന്ന പല പ്ലാന്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഏതെങ്കിലും വനമേഖലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ ഏരിയയിലെ കൂടെയുള്ള ഭാഗങ്ങളൊക്കെ സിനിമകളിൽ കാണുന്ന സമയത്ത് അവർ വിഷം പുരട്ടിയ അമ്പും വില്ലുമൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പണ്ട് കാലങ്ങളിൽ വിഷം പുരട്ടിയിരുന്ന അമ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ അപ്പോസൈനയുടെ സബ്ഫാമിലിയിൽപ്പെടുന്ന പല ചെടികളുടെയും വിഷമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്ട്രഫാന്തസ് പോലെയുള്ള ചെടികൾ. അപ്പോൾ ഈ ചെടികളിൽ വളരെ വലിയ രീതിയിൽ അടങ്ങിയിരിക്കുന്ന കാർഡിയോഗ്ലൈക്കോസൈനിഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഈ ചെടികൾ വിഷം പുരട്ടിയ അമ്പിന് ഉപയോഗിക്കാറുള്ള കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിയോഗ്ലൈക്കോസൈഡുകൾ സെല്ലുലാർ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ അല്ലെങ്കിൽ സെല്ലുലാർ സോഡിയം പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി ഹൃദയത്തിൻ്റെ ഔട്ട്പുട്ട് ഫോഴ്സ് കൂട്ടുകയും അതുപോലെ ഹൃദയത്തിൻ്റെ കോൺട്രാക്ഷൻസിൻ്റെ റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ചില മെഡിക്കൽ കണ്ടീഷനുകളായിട്ടുള്ള കൊഗ്നിറ്റീവ് ഹാർട്ട് ഫെയിലിയർ, അരിത്മിയാസിനൊക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ കാർഡിയക് ഗ്ലൈക്കോസൈഡുകൾ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇവയുടെ വളരെ വലിയ രീതിയിലുള്ള ടോക്സിറ്റി കാരണം ഇതങ്ങനെ വളരെ വൈഡ്ലി ഒന്നും ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് നമ്മുടെ അരളിച്ചെടീനെ കുറിച്ച് നോക്കാം. ചരിത്രപരമായി തന്നെ വളരെ വലിയ രീതിയിൽ ഒരു പോയിസണസ് പ്ലാന്റായി തിരിച്ചറിയപ്പെട്ട ചെടികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ അരളി. ഇതിലടങ്ങിയിരിക്കുന്ന കാർഡിയക് ഗ്ലൈക്കോസൈഡുകളായിട്ടുള്ള ഒലിയാൻഡ്രിജിനാണ് ഇതിനെ പ്രധാനമായിട്ടും ഇത്ര അപകടകരമായിട്ടുള്ള ഒരു ചെടിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഇത് എത്ര അപകടം പിടിച്ചൊരു പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വെറും 100 ഗ്രാം മാത്രം ഉള്ളിൽ ചെന്നാൽ ഒരു പ്രായപൂർത്തിയായ ഒരു കുതിരയുടെ വരെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുവാൻ പോകുന്ന തരത്തിൽ വിഷം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ഈ ചെടി അറിയപ്പെടുന്നത് അവസ്മാര എന്ന പേരിലാണ്. അവസ് എന്നാൽ കുതിര എന്നും മാര എന്നാൽ കില്ലിങ്ങുമാണ്. അവസ്മാര എന്നാൽ കുതിരയെ കൊല്ലുന്നത്. സംസ്കൃതത്തിൽ നമ്മുടെ അരളിച്ചെടീനെ വിളിക്കുന്ന പേരെന്താണ്? അവസ്മാര എന്നാണ്. അതെന്തുകൊണ്ടാണ്? വെറും 100 ഗ്രാം മാത്രം ഉള്ളിൽ ചെന്നാൽ ഈ ചെടിക്ക് ഒരു കുതിരയെ കൊല്ലുവാനുള്ള ശക്തിയുണ്ട്. അത്രയും വിഷം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, നമ്മുടെ ഹൃദയം, നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റം ഒക്കെയാണ് ഇതിനെ ബാധിക്കുക. ഇതിനെ തുടർന്ന് ഇതുള്ളിൽ ചെല്ലുന്ന പേഷ്യൻസ് ഡയേറിയ, വൊമിറ്റിംഗ് തുടർന്ന് ഈ രീതിയിലുള്ള പല സിംറ്റംസും കാണിച്ചു തുടങ്ങും. ഈ ഒരു ചെടിയുടെ പൂവ് മാത്രമല്ല എൻ്റയർ പ്ലാന്റിലും വിഷം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അരളിയുടെ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും ഇത് പ്രവർത്തിച്ചു തുടങ്ങുക. അപ്പോൾ എത്രയും വേഗം തന്നെ അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവർ വിവിധ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളിലൂടെ അതിൽ നിന്നും ആ രോഗിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും ചെയ്യും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺസ്, ഡൈജോക്സിൻ ഇമ്മ്യൂൺ ഫാബ്, അങ്ങനെ വിവിധ നമ്മുടെ ഹോസ്പിറ്റൽസിനൊക്കെ ഈ അരളിപ്പൂവിൻ്റെയൊക്കെ അല്ലെങ്കിൽ അരളിച്ചെടിയുടെയൊക്കെ വിഷമായിട്ട് ഉള്ളിൽ ചെന്ന് കഴിയുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ വിവിധ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെല്ലുന്ന ഒരു അരളിച്ചെടിയോ അരളിപ്പൂവോ ഒക്കെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളത് വൊമിറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ സ്വയം ചികിത്സ നടത്താതെ എത്രയും വേഗം നല്ലൊരു അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ഡോക്ടറിൻ്റെ അടുത്തല്ല, അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ അതിനുവേണ്ട ഫെസിലിറ്റീസ് കാണും. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർമാരാണ് നമ്മുടെ. അവർക്ക് നിങ്ങളുടെ ലൈഫൊക്കെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും സ്വയം ചികിത്സ നടത്തുകയോ അല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഓക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് സാരമാണ് നിസ്സാരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയൊന്നും ചെയ്യാതെ എത്രയും വേഗം നമ്മുടെ ഹോസ്പിറ്റലിൽ പോവുക, നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക. നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടി എടുത്ത് കൊണ്ടുപോരുകയൊക്കെ ചെയ്യും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും സ്വയം ചികിത്സ നടത്താതെ നമ്മുടെ പഠിച്ചിറങ്ങിയ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക. നമ്മുടെ ഹോസ്പിറ്റലുകളിലെല്ലാം നല്ല കഴിവുള്ള ഡോക്ടേഴ്സൊക്കെ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അരളിച്ചെടി. അരളിച്ചെടി എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ളൊരു വിഷമാണ്. അപ്പോൾ മാക്സിമം കുട്ടികളൊക്കെ ഉള്ളിടത്ത് നിങ്ങളിതൊന്ന് വെച്ച് പിടിപ്പിക്കാതൊക്കെ ഇരിക്കുക കേട്ടോ. കാരണം പിള്ളേർക്ക് അറിയത്തില്ല ഇത് അരളിയാണോ അല്ലെങ്കിൽ ചെത്തിയാണോ ചെമ്പരത്തിയാണോ
അങ്ങനെയൊന്നും അറിയത്തില്ല. അവരത് ചിലപ്പോൾ എടുത്ത് കഴിച്ചെന്നൊക്കെ ഇരിക്കും. അത്രയും വളരെ ടോക്സിൻസും അത്രയും വളരെ പോയിസണൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഓക്കെ, അരളി ചെടീനെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയണേ. ഓക്കെ, താങ്ക് യു.